ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കിവിടെ ഒരു ചെറിയ നെയ്മീനാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കൊന്ന് തേങ്ങ വറുത്തരച്ച് കറി ചെയ്യാം. അത് നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിന് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മതിയാവും. തേങ്ങ മൂത്തതിന് ശേഷം നമ്മൾ ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി വയ്ക്കാം. കുറച്ച് പുളിയും പിഴിഞ്ഞ് വയ്ക്കാം. തേങ്ങയിൽ ചൂടൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അത് നല്ലപോലെ അരച്ചെടുക്കാം. നമുക്കൊരു ചെറിയ പാനിൽ കുറച്ച് ഉലുവയും കൂടി ചൂടാക്കി അതും ഒന്ന് പൊടിച്ചെടുക്കാം. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിക്കും നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അരച്ച അരപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ അത് വെളിച്ചെണ്ണ ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ നല്ലപോലെ എണ്ണ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിൻ്റെ കൂടെ നമ്മുടെ ഉലുവ പൊടിച്ചതും ചേർക്കാം. നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പുളിയും പിഴിഞ്ഞ് വെച്ചതും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മീൻ ഇതിൽ ചേർക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നല്ല തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ഇതിലോട്ട് ചേർക്കാം. കുറച്ച് വേണ്ടുന്ന ഉപ്പും ചേർത്ത് ഉപ്പൊക്കെ പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് വരുമ്പോൾ മീൻ ഇതിലോട്ട് ചേർക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീനും ചേർത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ നോക്കി നല്ലപോലെ വേവിച്ചെടുക്കാം. മീനെല്ലാം ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കുറച്ചൊന്ന് അടച്ച് വേവിക്കാം. നല്ല മണത്തോടെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തളിക്കാം. വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതിയാകും. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.